എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയമ്മ. ഒത്തിരി പേരുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ റോസ് അത് നഴ്സറികളിൽ ഇതേപോലെ ധാരാളമായിട്ടുണ്ടാവും. ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന പൂക്കൾ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ പൂക്കൾ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല പരാതി, അതിൻ്റെ ഇലകളൊന്നും കറക്റ്റായിട്ട് ആവുന്നില്ല. ഇലകളിലൊക്കെ കറുത്ത കുത്തുകൾ വരുന്നു. അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്താണ് എന്നുള്ളത് റോസിന് മാത്രമല്ല എല്ലാ പൂക്കൾക്കും ഉള്ളതുകൊണ്ട്, പക്ഷെ നമ്മളിന്ന് പ്രത്യേകിച്ച് റോസിനെയാണ് എടുത്തു പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് കൊടുക്കേണ്ട ഒന്നാണ് ഇത് എന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കിട്ടുക എന്നുള്ള കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ എല്ലാ പൂച്ചെടികൾക്കുള്ള പരിചരണം പറഞ്ഞു തരാം. മാത്രമല്ല ഈ റോസ് തന്നെ രണ്ട് രീതിയിലുണ്ട്. അതായത് നമ്മൾ കമ്പ് കുത്തിയിട്ടാക്കിയിട്ടുള്ളതും അതുപോലെ ബഡ് ചെയ്തതും ഉണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം, അതിൻ്റെ ഗുണങ്ങൾ, കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. ഇപ്പോൾ കമ്പ് കുത്തി ഉണ്ടാക്കുന്ന റോസ് ആദ്യത്തിലൊക്കെ നന്നായിട്ട് പൂക്കും. പക്ഷെ നിങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ അതിൽ കറക്റ്റായിട്ട് ഉണ്ടാവില്ല. കണ്ടോ, ഇത് കമ്പ് കുത്തിയിട്ട് ഉള്ള ഇതാണ്. ഇത് രണ്ടും അത് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടു, ഇതങ്ങനെയല്ല, ഇത് ബഡ് ചെയ്തതാണ്. അതും ഒരു കവർ ചുറ്റിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് റോസ് വാങ്ങുമ്പോൾ കവർ ചുറ്റിയിട്ടുള്ളത് കാണുമ്പോൾ അത് ബഡ് ചെയ്തതാണ്. കവർ ചുറ്റാത്തത്, അതായത് ഒരു കമ്പ് തന്നെ, പണ്ടൊക്കെ നമ്മൾ നാടൻ റോസ് കമ്പ് കുത്തിയിട്ടുണ്ടാക്കുക അതേപോലെയുള്ളതാണെന്നുണ്ടെങ്കിൽ അത് കമ്പ് കുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഒത്തിരി അധികം പരിചരണം വേണം, നന്നായിട്ട് വളപ്രയോഗം വേണം. കാരണം അതിൻ്റെ ആ ഒരു പ്രാവശ്യത്തെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവും. പക്ഷേ അതിന് നമ്മൾ നല്ല രീതിക്കുള്ള വളപ്രയോഗം നടത്തണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഏത് റോസാണെന്നുണ്ടെങ്കിലും പൂത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ആ പൂക്കളുടെ ആ ഞെട്ടിയുടെ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്ത്, അതുപോലെ ഇലകളൊക്കെ മഞ്ഞ കളറായതോ അല്ലെങ്കിൽ ഉണങ്ങാറായതോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് റോസ് നമ്മൾ വൃത്തിയാക്കണം. അതിൻ്റെ ചുവട്ടിൽ പുല്ലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുല്ലൊക്കെ പറിച്ച് മാറ്റി ആദ്യം കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്ത് റോസിനെ ഒന്ന് കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ വഴി തന്നെ നമ്മൾ അതിന് സാഫ് കൊടുക്കണം. അത് നിർബന്ധമാണ്. സാഫ് കൊടുക്കണം, നിർബന്ധമാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം സാഫ് എടുത്ത് കലക്കിയിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് ചെടിയും മണ്ണിലും ഒക്കെ ആവുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മുടെ റോസിൻ്റെ ഇലകളിന്മേ കറുത്ത കുത്തു പോലെ വരുന്നു. അത് കാരണം പിന്നീട് പുതിയ ഇലകളൊന്നും ഉണ്ടാവുന്നില്ല, കിളിപ്പൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു. അതിനും അതേ സാഫാണ് ആദ്യം കൊടുക്കേണ്ടത്. 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്നുള്ള രീതിയിൽ സാഫ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലപ്പുള്ളി രോഗം പോലെയുള്ള പ്രശ്നത്തിന്, അതായത് ഫംഗൽ ഇൻഫെക്ഷനാണത്, അത് മാറാനും പുതിയ ഇലകൾ വരാനും സാധിക്കും കേട്ടോ. അപ്പോൾ സാഫ് കൊടുക്കാനായിട്ട് നമ്മൾ മറക്കരുത്. സാഫ് കൊടുത്തതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കണം. ഒരുപാട് കുത്തി ഇളക്കരുത്, ചുവടൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇളക്കുക. അപ്പോൾ കമ്പ് കുത്തിയതിന് ചുവടൊക്കെ ഇളക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ബഡ് ചെയ്ത റോസ് ഉണ്ടല്ലോ, ആ ബഡ് ചെയ്ത റോസിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് ഉള്ളത് അതിൻ്റെ വേറൊരു പ്ലാന്റുമ്മയാണ് നല്ല പ്ലാന്റ് പിടിപ്പിച്ചിരിക്കണം. അപ്പോൾ ഏറ്റവും അടിയിൽ നിന്ന് ഇതിന് പൊടിപ്പ് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അതിനെ വളരാനായിട്ട് അനുവദിക്കരുത്. അത് ബഡ് ചെയ്തതിന് മാത്രം. ഇപ്പോൾ ബഡ് ചെയ്ത റോസിന് മാത്രമല്ല, എല്ലാ ഫ്രൂട്ട് പ്ലാന്റ്സിനും ഇതുപോലെ തന്നെ സംഭവിക്കും. അപ്പോൾ കയ്യോടെ തന്നെ നമ്മളിത് നുള്ളിക്കളയുക. കണ്ടു, ഇത് പേരയ്ക്ക് അങ്ങനെ വന്നാണ് നമ്മൾ നുള്ളിക്കളയണത് കണ്ടു. അപ്പം ഇത് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ബഡ് ചെയ്തതിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കവർ, പ്ലാസ്റ്റിക് കവർ ചുറ്റിയിട്ടുണ്ടാവുമല്ലോ, അതിന് മാത്രം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക. അത് ഇപ്പം മണ്ണ് ഇളക്കി കൊടുക്കുമ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അത് ശ്രദ്ധിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെ മണ്ണൊക്കെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു നല്ലൊരു വളമുണ്ട്. നമ്മളത് ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത്. ഇത് കണ്ടു, DAP ഫെർട്ടിലൈസർ. അതായത് ഇത് എല്ലാതരം മൂലകങ്ങളും കാര്യങ്ങളും, പ്രത്യേകിച്ച് റോസിനുള്ള എല്ലാതരം വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് വായുവിൻ്റെ സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളമായി പോവും. അപ്പോൾ അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, എടുത്ത് അപ്പം തന്നെ നമ്മൾ സീൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/4 സ്പൂണിൻ്റെ പകുതി മതി, നമുക്ക് കുറച്ച് മതി. അത് ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാ റോസിനും നമുക്ക്, എല്ലാ പൂച്ചെടികൾക്കും നല്ലതാണ്, പക്ഷേ റോസിന് ഇത് പ്രത്യേകിച്ച് നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ചെറിയൊരു കുഴി എടുക്കുക, ഇതിൽ നിന്ന് 1/4 ടീസ്പൂണിൻ്റെ പകുതി എടുക്കുക, എന്നിട്ട്
മണ്ണിടുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. ഒരാഴ്ചയ്ക്ക് ശേഷം ഇതിൻ്റെ നല്ലൊരു മാറ്റം കാണും. ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഇതിന് ചെറിയൊരു വളപ്രയോഗം, റോക്ക് ഫോസ്ഫേറ്റും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെ കൂടെ ഇതിൻ്റെ മേൽമണ്ണെടുത്തിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റോസ് ഉണ്ടല്ലോ നഴ്സറിക്കാരുടെയിലും ഉള്ളതിനേക്കാളും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇത് വളരെ നല്ലൊരു രീതിയാണ്. റോസിൻ്റെ അതുപോലെ മറ്റുള്ള പൂച്ചെടികളുടെ പരിചരണവും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാൻ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അതുപോലെ ഈ വളം നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് വേണമെങ്കിൽ വാങ്ങാം, നല്ല വിലയുണ്ട്. അതുപോലെ ഓൺലൈനിലും പല സൈറ്റ് കാര്യങ്ങളിലും നല്ലത് നോക്കി വാങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുണ്ട്, വന്ന് നേരിട്ട് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്ത് തരാനായിട്ട് പറ്റും. അതുപോലെ ഒരുപാട് നല്ല വളങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് നേരിട്ട് വരാനും പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ കൊറിയർ ചെയ്ത് തരാനായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ PRS നഴ്സറിയിലെ എല്ലാതരം പച്ചക്കറി തൈകളും ഫ്രൂട്ട് പ്ലാന്റ്സും പൂച്ചെടികളൊക്കെ ഉണ്ട്. പുറമെ വെള്ളിയും ശനിയും നാട്ടുചന്തയുണ്ട്. അപ്പം നാട്ടുചന്തയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാതരം പച്ചക്കറികൾ, അവരുടെ ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങൾ, എല്ലാ സാധനങ്ങളും വന്നു കഴിഞ്ഞാൽ വാങ്ങാം. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാനായിട്ട് പറ്റും. അതിന് വളരെ ചാർജ് കുറവേ വരുന്നുള്ളൂ. മാത്രമല്ല ദൂരെയുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്ത് തരാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാതരം പച്ചക്കറി തൈകൾക്കും 2.50 വില വരുന്നത്. 2 രൂപ 50 പൈസയ്ക്കാണ് പച്ചക്കറി തൈകൾ, വലിയ വലിയ തൈകൾ, സ്ട്രോങ് തൈകൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഒട്ടും മടിക്കേണ്ട, എല്ലാവരും ഇങ്ങ് പോന്നോളൂ കേട്ടോ. അതായത് നമ്മുടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലുണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരടിയം റോഡുണ്ട്. ആ വരടിയം റോട്ടിൽ കൂടെ അങ്ങ് വന്നു കഴിഞ്ഞാൽ ഒരു 1.5-2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ട് PRS നഴ്സറി കാണാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബുധനും ശനിയാണെന്നുണ്ടെങ്കിൽ നാട്ടുചന്തയിൽ നിന്നുള്ള എല്ലാത്തരം പച്ചക്കറികളും സാധനങ്ങളും എല്ലാം ഉണ്ട്, അത് വാങ്ങാം. അതെല്ലാം ഇട ദിവസമാണെങ്കിൽ ബാക്കിയുള്ള തൈകളും ഫ്രൂട്ട് പ്ലാന്റ്സും പൂക്കളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് പോകാം. പിന്നെ ഇവിടെ സ്പെഷ്യൽ വളങ്ങളും ഉണ്ട്. ഇപ്പോൾ ഈ വളങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാൻ പറ്റും. ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ തന്നെ പല കമ്പനിയുണ്ട്. ഏറ്റവും നല്ല കമ്പനി നോക്കി വാങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ അത് പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല കമ്പനി നോക്കി വാങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.